ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. ഇത് നമുക്ക് കറിയായിട്ടോ റോസ്റ്റായിട്ടോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ആദ്യമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 6 മുതൽ 7 വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നതും വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 സവോള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ്. അപ്പം സവോളയുടെ ഒരു കളറ് മാറുന്നിടം വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവോളയുടെയൊക്കെ നിറം മാറി തുടങ്ങി ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് തൈരാണ്, പുളിയില്ലാത്ത തൈര്. ആദ്യമേ തന്നെ അതിൽ നിന്നൊരു 4 ടീസ്പൂൺ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇന്ന് പെപ്പർ ചിക്കൻ വെക്കുന്നത് ഒരു കറി രീതിയിലാണ്. ഒരുപാട് ഗ്രേവിയില്ല, എന്നാലും കുറച്ച് ഗ്രേവിയുള്ള ടൈപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി ഇതിലേക്ക് ചേർക്കുക. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്കാണെങ്കിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും ചെറിയ പീസായിട്ട് മുറിക്കുന്നതാണ് നല്ലത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തീ ആണെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം വേണം അടച്ചു വെച്ച് വേവിക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി തുറന്ന് വെച്ച് അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതുവരെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ഇത് വെക്കാറുള്ളൂ. ഞാൻ ഈ രീതിയിലാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് പെപ്പറും കൂടി ചേർക്കുക. നല്ലൊരു പെപ്പറിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ക്രഷ്ഡ് പെപ്പർ ചേർക്കുന്നത്. പെപ്പർ പൗഡറല്ല, ക്രഷ്ഡ് പെപ്പറാണ് നമ്മളിതിലേക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് എപ്പോഴും പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഗ്രേവിയുടെ അളവൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആക്കി എടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.